കാസർഗോഡ് കോടികളുടെ MDMA-യുമായി അറസ്റ്റിലായ ലഹരി മാഫിയ സംഘത്തിന് മുഖ്യമന്ത്രി VD സതീശനുമായുള്ള അടുത്ത ബന്ധം പുറത്തുവന്നതോടെ ഭരണകൂടം പ്രതിരോധത്തിലായിരിക്കുകയാണ്. കേസിൽ പിടിക്കപ്പെട്ട പ്രധാന പ്രതി ഹുസൈൻ KH മുഖ്യമന്ത്രി VD സതീശന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. യൂത്ത് കോൺഗ്രസ് എറണാകുളം പെരുമ്പാവൂർ അറക്കപ്പടി മണ്ഡലം വലിയകുളം യൂണിറ്റ് ഭാരവാഹിയായ ഹുസൈൻ കഴിഞ്ഞ 5 വർഷമായി സതീശന്റെ സോഷ്യൽ മീഡിയ ടീമിൽ പ്രവർത്തിച്ചു വന്നയാളാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ ടീമിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു എന്നും എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന പ്രിയ നേതാവ് എന്നും VD സതീശനെ കുറിച്ച് ഇയാൾ തന്നെ ഫേസ്ബുക്കിൽ മുൻപ് പങ്കുവച്ച പോസ്റ്റുകൾ ഇപ്പോൾ ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. ഓരോ ലഹരി കടത്തുകാരന്റെ എന്താഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് അന്ന് പ്രതിപക്ഷ നേതാവായും ഇന്ന് മുഖ്യമന്ത്രിയുമായും ഇരിക്കുന്ന സതീശൻ സാധിച്ചു കൊടുത്തതെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നത്. നേരത്തെ അറസ്റ്റിന് പിന്നാലെ കോൺഗ്രസുമായി പ്രതികൾക്ക് ഒരു ബന്ധവുമില്ലെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ OJ ജെനീഷ് കള്ളം പറഞ്ഞത്. DCC പ്രസിഡന്റും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. പ്രതികളെ നേരിട്ട് അറിയില്ലെന്നടക്കം ഇവർ വാദിച്ചു. എന്നാൽ പ്രതികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നതോടെയാണ് ഇവർ പെട്ടുപോയത്. ജില്ലാ കമ്മിറ്റിയുടെ പുറത്താക്കൽ കത്ത് പുറത്തു വന്നതോടെ നേതൃത്വം വീണ്ടും പ്രതിരോധത്തിലായി. അതേസമയം മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരുടെ MDMA കേസ് വാർത്തയാക്കിയ മാധ്യമങ്ങൾക്ക് മെറ്റയെ ഉപയോഗിച്ച് പൂട്ടിടുകയാണ് VD സതീശൻ സർക്കാർ ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നിഴലായി നടന്നയാൾ ലഹരി കേസിൽ അറസ്റ്റിലായ നാണക്കേട് മറയ്ക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ അടിച്ചമർത്തലാണ് നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പുറത്ത് ലഹരി വിരുദ്ധ നാടകം കളിക്കുകയും അകത്ത് സ്വന്തം ലഹരി കടത്തുകാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രഹസനമാണ് സതീശൻ സർക്കാർ കാണിച്ചുകൂട്ടുന്നത്. മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ വാർത്തയും ചിത്രങ്ങളും പങ്കുവെക്കുന്നത് തടയാൻ മെറ്റയെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് നടപ്പിലാക്കുകയാണ്. പക്ഷെ മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ളയാൾ പിടിക്കപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ ലഹരിയുടെ പക്ഷത്തേക്ക് മാറിപ്പോയോ എന്ന സംശയവും ഉടലെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ ഇന്ത്യയിലുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത വിധം നിയന്ത്രിക്കപ്പെടുകയാണ്. പുറത്ത് ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ആഘോഷമാക്കി നടക്കുമ്പോൾ അകത്ത് ലഹരി കടത്തുകാർക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് കൊടുക്കുന്നത്. ആഭ്യന്തരമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ കുറ്റവാളിക്ക് ഈ നിലയിൽ സംരക്ഷണം ലഭിക്കുന്നത് എന്നതാണ് മറ്റൊരു സംശയം. അടിയന്തരാവസ്ഥ കാലം പോലെ അധികാരത്തിന്റെ മർക്കമുഷ്ടി ഉപയോഗിച്ച് മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രിയും UDF-ഉം ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ വിമർശിക്കുന്നുണ്ട്.